അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പം നമ്മളിന്ന് വന്നിരിക്കണത് കുറച്ച് റെസിപ്പീസും പിന്നെ കുറച്ച് വ്ളോഗും എല്ലാം കൂടി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചക്ക പരിപാടിയാണ്. അപ്പോൾ ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കുറേയൊക്കെ ഇടങ്ങാറായി, പിന്നെ കിട്ടിയിട്ടോ. ഇനിയിപ്പോൾ മഴക്കാലമായതുകൊണ്ട് മഴ പെയ്താൽ പിന്നെ ചക്കൻ്റെ ബസ്സൊക്കെ പോകും, പിന്നെ പൈക്കൊന്നും വിചാരിച്ചൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളം ഇറങ്ങണൊക്കെ സമയമായില്ലേ. അപ്പോൾ നമ്മൾ ഒരു പച്ചച്ചക്ക ഇട്ടതാണ് കേട്ടോ. അപ്പോൾ പച്ചച്ചക്ക കൊണ്ട് നല്ലൊരു റെസിപ്പി നമുക്ക് ഉച്ചക്ക് ചോറ്റക്കും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ചായക്ക് കടിയേറ്റും അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആരത്തേലും ചക്കൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇഞ്ഞ് താത്തിക്കാളി ഒക്കെ ഇഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ വേണ്ടി വരുമല്ലോ. ഇപ്പോൾ ഈ മഴക്കാലം വന്നതുകൊണ്ടേ ചൂടുകാലത്ത് പിന്നെ നമുക്കൊന്നിനും ആവശ്യമില്ല ഇനി. അപ്പോൾ നമ്മൾ ചക്കൊക്കെ പൊളിച്ച് 12 മണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് ഇരിഞ്ഞങ്ങാണ്ട് കുറച്ച് കുക്കറിലൊക്കെ ആക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു സിമ്പിളായിട്ട് നമുക്ക് ചോറ്റക്ക് കൂട്ടാണ്ടാക്കും ചെയ്യാം. എപ്പോഴാണെങ്കിൽ മീൻ ഇല്ലല്ലോ, മീൻ വാങ്ങാനും പറ്റണില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ വേണ്ടേ. അപ്പോൾ ഞാനിതാ പിന്നെ ചക്കൊക്കെ പീസാക്കിങ്ങാണ്ട് കുക്കറിലാക്കിങ്ങാണ്ട് കുറച്ച് ചതച്ച മുളകുണ്ടല്ലോ, ചില്ലി ഫ്ലെക്സ്, അത് ലേസം അത് ഇട്ട് കൊടുത്ത് ലേസം മഞ്ഞൾപ്പൊടി. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിക്ക് അത് വേവാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിക്കണ്, ഒരു 2 വിസിലടിച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ്റയ്ക്കൊരു തോരനായും ചെയ്ത് ഉപ്പേരിന്നോ തോരനെന്നോ എന്തെങ്കിലും പറയാം. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ വെന്തിക്കണ്. അപ്പോൾ ഇത് പച്ചച്ചക്കയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ പിന്നെ അതിന് ബാക്കിയോണ്ട് പിന്നെ വേറൊരു കടി ഉണ്ടാക്കിയ ഒരു റെസിപ്പി ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് തുറന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറ്റയ്ക്ക് ഒരു തോരനായി. അപ്പോൾ അതൊക്കെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ ശേഷം ഞാൻ നല്ലൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കേണ്ടി. അപ്പോൾ നമ്മൾ കുറച്ച് അതിൻ്റെ ബാക്കി ചക്ക ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അന്ന് വൈകുന്നേരം പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ വലിക്ക് വൈകുന്നേരം എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ പിറ്റേന്നാട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ആ ചക്ക ഒരു 8-10 ചക്കച്ചുളുണ്ട്, അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് കാണ്ട് ഒന്നുണ്ട് ക്രഷ് ചെയ്ത് കാണ്ട് എടുക്കട്ടോ. പറ്റ അരവാണ്ട ഒരു ചെറിയ മട്ടത്തിൽ. അപ്പോൾ അത് ഇതിക്കണ്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടത്. അപ്പം ചായൻ്റെ കൂടെയും വൈകുന്നേരം അഞ്ഞ് കാൽച്ചായക്ക് ഞാൻ കാൽച്ചായക്കാട്ട് ഉണ്ടാക്കിയത്. കാൽച്ചായക്ക് പിന്നെ ഉണ്ടാക്കിയപ്പോഴത്തേന് പിന്നെ മുഴുവൻ ചായ കഴിക്കണേ. അപ്പോൾ എല്ലാവരും കഴിച്ചും ചെയ്ത് 10 മണിക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ചായ കുടിക്കലിട്ടോ. അപ്പോൾ അതിക്കൊക്കെ കൂട്ടാനും ഒക്കെ പറ്റീന്. അപ്പോൾ ഞാൻ ഇങ്ങനെ അരച്ച് വെച്ചപ്പോൾ അതിന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരട്ടോ. മഴ പെയ്തുങ്ങാണ്ട് വെള്ളം കുടിച്ച വെള്ളമാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ച് പിന്നെ പൊടി ഇട്ടാൽ തികയില്ലാന്ന് വിചാരിച്ചു. കാരണം വേണമെങ്കിൽ അതിൻ്റെ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ലേസം ഉപ്പിട്ട് കൊടുത്തിക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിക്കണേ. പിന്നെ ഒരു വലിയ ഉള്ളി, ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്ത്, കുറച്ച് മല്ലിച്ചപ്പാട്ടത് അതും ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ ലേശം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ കടിയൊക്കെ വാങ്ങുന്ന ആൾക്കാരല്ല അധികവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ ചായക്ക് കൂട്ടാനും ഒക്കെ ആയിട്ട്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടാൽ അത് മസ്റ്റാണ്. ഗരം മസാല ഇല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ കായപ്പൊടി അതിൽ ഏതെങ്കിലും ഒന്ന് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കടലപ്പൊടിയും അരിപ്പൊടിയും കൂടി മിക്സാക്കി ഇതാട്ടത്. അപ്പോൾ കടലപ്പൊടി നോമ്പിന് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കണം. അപ്പോൾ ഒന്ന് തരിപ്പിയിട്ട് കണ്ട് തരിച്ചതാട്ടോ. തരിച്ചപ്പോൾ ഒന്നുമില്ല, എന്നാലും ഒന്ന് നമ്മളൊന്ന് സേഫ്റ്റി ആക്കണ്ടേ. അപ്പോൾ പിന്നെ ആ കടലപ്പൊടിയും അരിപ്പൊടിയും കൂടി കൂട്ടി തരിച്ചതാണ്, അത് ഉതിക്കിട്ട് കൊടുത്ത്. അപ്പം ഇനി പാകത്തിനനുസരിച്ച് വെള്ളത്തിന് ഇനി വെള്ളം ഞാൻ ഊറ്റിച്ച വെള്ളം ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ വെള്ളം ആറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ, അത് കൂട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ റെഡി ആയിക്കണ്ട. ഇനി നമുക്ക് ഇതിഞ്ഞ് പിന്നെ ഉഴുന്ന് വടൻ്റെ കോലത്തിലാണെങ്കിൽ അങ്ങനെയും പൊരിക്കുക. ഏതാ നമ്മളെ ഷേപ്പ് അങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടടാ, ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പുറം ക്രിസ്പിയായി കിട്ടുന്നുണ്ട്, നല്ല ഉള്ളിൽ നല്ല വെന്തും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല രാവിലെ കുറച്ച് പുട്ടും ചുട്ടിക്കണേ. അപ്പോൾ ഇതുമായിട്ട് അപ്പോൾ നല്ല ഹെൽത്തിയായ സാധനമല്ലേ ചക്കൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയാൽ എല്ലാവരും കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ പോകും. അല്ലെങ്കിൽ ഇപ്പം ചക്കൊക്കെ പഴുത്തും കൂട്ടാനൊക്കെ വെച്ചാലൊന്നും ഇപ്പോഴത്തെ മക്കൾക്കൊന്നും വല്ലാതെ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ചായക്ക് കൂട്ടും ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും എങ്ങനത്തെ വീഡിയോസ് ഇടേണ്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളോടൊന്ന് പറയണമെങ്കിൽ നമുക്കൊരു സന്തോഷമായിന്. ആരെങ്കിലും കമൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു നല്ലതാണ് ഇട്ടത്.
പിന്നെ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പരിപാടി ഉണ്ടെന്ന്, അത് ഞങ്ങളെ ഈ ഏരിയൻ്റെ പിന്നെ വാർഡിൻ്റെ ഒരു പരിപാടി ആട്ടത്. അപ്പോൾ നല്ല പരിപാടി ഇനി അപ്പോൾ രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കിയ പിറ്റേന്ന് കേട്ടോ അത്. അപ്പോൾ അതും കൂടി കുട്ടിങ്ങാണ്ട് രണ്ടും കൂടി ഇട്ടുകൊടുത്ത് ഒരു വീഡിയോ തന്നെ ഇട്ടാൽ ചിലപ്പോൾ പോയില്ലാന്ന് വരും, വ്ളോഗ് മാത്രം ഇട്ടാലും പോയില്ലാന്ന് വരും, റെസിപ്പീസ് ഒക്കെ ഇട്ടാലും അങ്ങനെയും പോയില്ലാന്ന് വരും. അപ്പോൾ അതിന് രണ്ടും കൂടി ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്ന ഇഷ്ടമുള്ളവർ അത് കാണാം, ഇത് കാണുന്നവർ ഇഷ്ടമുണ്ടെങ്കിൽ ഇതും കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലെ പരിപാടിയാണ്. അപ്പോൾ നല്ല പിന്നെ പരിപാടി ഇനി അപ്പോൾ നമ്മളെ വാർഡിലെ ആൾക്കാരെല്ലാം കൂടി ഒന്നിച്ച് കണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, ഉണ്ടാക്കിയ പരിപാടിയാണ്. അപ്പോൾ വാർഡിലെ നല്ല ആൾക്കാരൊക്കെ ആകുമ്പോൾ ഒരു അതിന് മെനക്കെടുമ്പോഴേ അപ്പോൾ അങ്ങനത്തെ പിന്നെ ഭക്ഷണവും വലിയ കാര്യങ്ങളും ഉണ്ടായിന്. പിന്നെ ഇപ്പോൾ സ്കൂളിൽ പരിപാടി ഇത് റിസൾട്ടൊക്കെ വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ +2 എക്സാമിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയിട്ടുള്ള മക്കള് നമ്മൾ നേരത്തെ നമ്മുടെ വനിതാ ബാങ്ക് പ്രവർത്തകരെ വിളിച്ചിരുന്നു. ശ്രീജ രവി, ഇന്ദു ജയരാജൻ, ദിവ്യ രതീഷ് എത്തിയോ? അതുപോലെ തന്നെ മുബഷിറ, ഇവരൊക്കെ ഒന്ന് വേദിയിലേക്ക് എത്തുക. വിളിച്ചപ്പോൾ എവിടെങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും അല്ലേ, മടിച്ചിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്രോത്സാഹനം ഏറ്റവും വലിയ കരസ്ഥമാണ് ഉയർത്തിയിട്ടുണ്ടായാലും നമ്മുടെ നാരായണേട്ടൻ ആദരിക്കുന്ന സൂര്യദേവ്, സോഫിയ ആരാണ്, അവർക്കാണ് നമ്മള് ആദരവ്. വളരെ സന്തോഷഭരിതമാണ്. ഒരുപാട് പരിപാടികളുണ്ട് ഈ അപ്പം ഈ പോക്കിലേക്ക് ഇടങ്ങി മ്യൂസിക്കൊക്കെ കുറേ ഒഴിവാക്കിയതാണ്, കുറച്ച് നമ്മൾ ഇതിലിട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ടാ സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം ഗേറ്റ് നമ്പർ B46 ആണ്. ജബ്ബാർ അമ്പലഞ്ചേരി, ജബ്ബാർ അമ്പലം അബ്ദുറഹീം, ഇത് കമ്പനിക്കാണ് എടുക്കാം. രാമേട്ടൻ D4 രാമേട്ടൻ.